ഹായ് ഫ്രണ്ട്സ്, ഐ എം ജിനു വർഗീസ് ടിഞ്ചു വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ശരി, വേറൊന്നുമല്ല, ഞാൻ ചുമ്മാ ഒന്ന് കുത്തിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായില്ലേ എൻ്റെ സ്വന്തം സൗണ്ട് ഞാനിങ്ങനെ സംസാരിച്ചിട്ട്, എന്നാൽ പിന്നെ ഇന്ന് അതിനായിട്ട് ഉപയോഗിക്കാമെന്ന് വെച്ചു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്ത എന്താണെന്നുള്ളത് സെക്കൻഡറി ആണ്. എന്തായാലും ശരി, അതിലോട്ടൊന്നും കിടക്കുന്നില്ല. അപ്പം കുറച്ച് ദിവസത്തിന് മുമ്പ് എന്നോടൊരാൾ നേരിട്ട് കണ്ടപ്പം പറഞ്ഞു, നീ എന്തിനാണ് ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്, എന്തിനാണ് ബഫൂണാകുന്നത്? അപ്പം ഞാൻ അത് എന്നോട് നേരിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്കത് നേരിട്ട് തന്നെ ഞാനതിന് മറുപടി പറയുകയും ചെയ്തു. പക്ഷേ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും അവർക്കുള്ളൊരു ഇതാണ്. കാരണം ഞാൻ ബഫൂണാകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സന്തോഷമാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്. കാരണം ഇതിൻ്റെ ABCD ഒന്നും എനിക്കറിയത്തില്ല. യൂട്യൂബിനകത്ത് എങ്ങനെയാണ് വീഡിയോ ഇടുന്നതെന്നോ മറ്റ് കാര്യങ്ങളെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഉള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴേ തുറന്നു പറയുകയാണ്. എന്തെങ്കിലും ഒരു മാറ്റർ കിട്ടും, അത് അന്നേരം തന്നെ എടുക്കുക, ഇടുക. അന്നേരം ഡാൻസ് കളിക്കണമെന്ന് തോന്നുവാണോ, അറിയാത്ത രീതിയിലെങ്കിൽ ഡാൻസ് കളിച്ചേക്കും. അല്ലെങ്കിൽ കൂത്താടണം തോന്നുവാണോ, അന്നേരം തന്നെ കൂത്താടും. പിന്നെ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് കൈ കിട്ടിയോ, അന്നേരം അത് ചെയ്യും. ഇപ്പം കാരണം ജോലി ചെയ്യുന്ന സ്ഥലത്തെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിന് നമുക്കറിയാമല്ലോ. അതിന് ചില നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് എവിടെ ആയാലും. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ വീഡിയോസ് അങ്ങനെ ഇപ്പോൾ ഇടാറില്ല. പിന്നുള്ളത് വീട്ടിലേതാണ്. വീട്ടിലെ അവസരങ്ങൾ കിട്ടുമ്പോൾ വീട്ടിലത്തെ വീഡിയോസ് എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ എല്ലാവരോടും മുൻകൂറായിട്ട് പറയുന്നു, എനിക്കങ്ങനെ പ്രത്യേകിച്ചൊരു ഐഡിയയോ ധാരണകളോ ഒന്നുമില്ല. പിന്നെ ഒരു പണസമ്പാദനം എന്നുള്ളൊരു രീതിയിലല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. കാരണം ഞാൻ എപ്പോഴും സൈലൻ്റായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എപ്പോഴും ഞാൻ സൈലൻ്റായിട്ടിരിക്കുമായിരുന്നു. അതിൽ നിന്നൊരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. കാരണം ആര് ചോദിച്ചാലും പറയും, നീ എന്തിനാണ് ഇങ്ങനെ സൈലൻ്റായിട്ടിരിക്കുന്നത്, എന്താണ് നിൻ്റെ പ്രശ്നം, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയാണ് കോടയാണ്. എന്നാൽ പിന്നെ ഞാൻ ഓർത്തു, അപ്പോൾ എനിക്ക് ഈ ചാനൽ തുടങ്ങാനും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴത്തേക്കിനും എൻ്റെ ചേച്ചിയുടെ സഹായത്തോടുകൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. കാരണം എനിക്ക് ഈ ചാനൽ സെറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. നിങ്ങളപ്പോൾ ചിന്തിക്കും, ഈ ചാനലിൽ കൂടി ഇങ്ങനെ പറയുന്നതിന് ഇതിൻ്റെ ചാനൽ തുടങ്ങാൻ അറിയത്തില്ല എന്ന്. ഉള്ള കാര്യമാണ്, ശരിയാണ്. ഞാൻ പ്രായത്തിൽ എന്ന് പറഞ്ഞാലും എനിക്കിതിൻ്റെ ABCD അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല കേട്ടോ, തുറന്നു പറയാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലും ചോദിക്കും, ചേട്ടാ അല്ല ചേച്ചി, അതുമല്ല ചേട്ടാ, ഇതെങ്ങനെ സംഗതി, ഇതെന്താണ്, ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്. ചില സമയത്തൊക്കെ യൂട്യൂബിൽ നിന്ന് ചിലപ്പോഴൊക്കെ മെസ്സേജ് വരും. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ കുളമായോ, പണി കിട്ടിയോ, എന്നാൽ 2 ദിവസം നിർത്തി അങ്ങ് വെച്ചേക്കാം. അങ്ങനെ നിർത്തി വെക്കുമ്പോഴത്തേക്കിന് അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്കിന് അത് ചിലപ്പോൾ 28 അല്ലെങ്കിൽ 97 പേര് കണ്ടെന്നായിപ്പോൾ. എന്നാൽ പിന്നെ അങ്ങനെ മനസ്സങ്ങ് താന്നു പോകും. അന്നേരം വേണ്ട കിടക്കുന്നു. പിന്നെ അടുത്തൊരു വീഡിയോ ഇടും, അപ്പോൾ ഒത്തിരി പേരൂടെ അങ്ങ് കണ്ടെന്ന് കാണിക്കും. അന്നേരത്തേക്കിനും ലൈക്കാണ് ഒട്ടും ഇല്ല താനും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ കേട്ടോ. നല്ല കോമഡി നിറഞ്ഞ ജീവിതശൈലിയാണ്. എന്തായാലും ശരി, ഇപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്ക് എൻ്റെ സന്തോഷമാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ വീഡിയോ മൂലം മറ്റുള്ളവർക്ക് വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ താങ്ക് യു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി ഓൾ.